ഐ ലവ് യു എന്ന് പറയുന്നത് പോക്സോ കുറ്റമല്ലെന്ന് ബോംബെ ഹൈക്കോടതി. 17-കാരിയെ തടഞ്ഞു നിർത്തി ഐ ലവ് യു പറഞ്ഞയാളുടെ ശിക്ഷ കോടതി റദ്ദാക്കി. ഐ ലവ് യു പറയുന്നത് വൈകാരിക പ്രകടനം മാത്രമാണെന്നും ലൈംഗികാതിക്രമമായി കാണാനാകില്ല എന്നും കോടതി. പലതരത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിധി തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയും. ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചാണ് ഇങ്ങനെയൊരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. 2015 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പരാതിക്കാരിയും ബന്ധുവും കൂടി വീട്ടിലേക്ക് പോകുന്ന സമയം, അന്ന് 11ാം ക്ലാസ്സിലാണ് ഈ പരാതിക്കാരി ഉള്ളത്. ആ സമയം ഒരാൾ ബൈക്ക് ഓടിച്ച് ആ വഴി വരികയും അവരെ തടഞ്ഞു നിർത്തുകയും പെൺകുട്ടിയുടെ വലത് കൈയിൽ പിടിക്കുകയും എന്താണ് പേര് എന്ന് ചോദിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് അയാൾ പറയുകയും ചെയ്തു. അതേ തുടർന്ന് പിന്നീട് അവിടെ നിന്ന് മാറി പെൺകുട്ടി വീട്ടിലേക്ക് പോയി. വീട്ടുകാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് കേസായി മാറുന്നത്. പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തു. പോലീസ് പ്രതിയെ കണ്ടെത്തി. 25 വയസ്സായിരുന്നു അന്ന് പ്രതിയുടെ പ്രായം. അയാൾക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തു. പിന്നീട് 2 വർഷത്തെ വിചാരണ കാലം, അതിനിടയിൽ അയാൾക്ക് തടവ് ശിക്ഷയും പിഴയും ഒക്കെ തന്നെ വിധിച്ചു. പക്ഷേ ഈ കേസിൽ ഒരു ലൈംഗികമായി ഉപദ്രവിക്കാനുള്ള ഒരു ഉദ്ദേശം ഇതിലെവിടെയാണ് ഉള്ളത് എന്നതാണ് കോടതി സംശയമായി ഉന്നയിക്കുന്നത്. അങ്ങനെയൊന്നും സ്ഥാപിക്കാൻ ഈ കേസിൽ കഴിയുന്നില്ല എന്നതാണ് ബോംബെ ഹൈക്കോടതി ഇപ്പോൾ ഈ പ്രതിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് പറയുന്നത്. ഐ ലവ് യു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അത് ലൈംഗിക അതിക്രമമല്ല, അതൊരു വികാര പ്രകടനം മാത്രമാണ് എന്നതാണ് കോടതി പറയുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതാണ് പ്രതിയുടെ യഥാർത്ഥ ഉദ്ദേശമെന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യവുമില്ല എന്ന് ആ ഉത്തരവിൽ പറയുന്നുണ്ട്. നോട്ടത്തിലോ ശരീരഭാഷയിലോ അതുണ്ടായി എന്നതും നമുക്ക് പറയാൻ വേണ്ടി ഈ കേസിൽ കഴിയുന്നില്ല. അതുകൊണ്ട് ആ തരത്തിൽ അതിനെ വിലയിരുത്താൻ കഴിയില്ല. പോക്സോ അടക്കമുള്ള വകുപ്പുകൾ അതിൽ ചുമത്താൻ കഴിയില്ല. മാത്രമല്ല ഈ ലൈംഗിക അതിക്രമത്തെ നിയമത്തിൽ എങ്ങനെയാണ് നിർവചിച്ചിട്ടുള്ളത് എന്നതുകൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് സ്വകാര്യ ഭാഗങ്ങൾ അടക്കമുള്ള സ്പർശം, ബലപ്രയോഗത്തിലൂടെ വസ്ത്രമഴിക്കൽ അടക്കമുള്ള അസഭ്യമായ ആംഗ്യങ്ങൾ പോലും കാണിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ കേസിൽ അത് ബാധകമാവുന്നില്ല എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. അങ്ങനെയാണ് ഈ പ്രതിയെ ഇപ്പോൾ കുറ്റവിമുക്തനാക്കുന്നത്.